ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. LP-UP പരീക്ഷ, LGS പരീക്ഷ, LDC, LSDI സെക്രട്ടറി, അങ്ങനെ ഒത്തിരി അനവധി ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ പ്രതീക്ഷിത ജോലികൾ ഇങ്ങനെ PSC വെച്ച് നീട്ടുകയാണ്. അപ്പൊ എങ്ങനെ തുടങ്ങണം, ഏതി തുടങ്ങണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് തീരുമാനിക്കുക. കാരണം വ്യക്തമായ ഒരു ധാരണയിൽ എത്തുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ ജോലി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇതിന്റെ എല്ലാം തന്നെ സിലബസുകൾ വ്യത്യസ്തമാണ്. പക്ഷേ സിലബസുകൾ വ്യത്യസ്തമാണെങ്കിൽ കൂടി അതിനകത്തുള്ള ചില കണ്ടന്റുകൾ സെയിമുമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എല്ലാത്തിന്റെയും റാങ്ക് ലിസ്റ്റിലൊക്കെ കയറി പറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ പല ആൾക്കാരും, സാധാരണ ആൾക്കാർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാർ സംശയം ചോദിച്ചിരിക്കുന്നത് 3 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ 3 രീതിയിലുള്ള പോസ്റ്റാണ്. ഒന്ന് ലാസ്റ്റ് ഗ്രേഡ് 2024, അടുത്തത് LDC 2024, LP-UP 2024. ഇതെങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരുടെയും സംശയമാണ്. LGS കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് മാത്രമല്ല, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ LSG ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സാം കിട്ടത്തില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ അവർക്ക് തന്നെ LDC പരീക്ഷ എഴുതാൻ പറ്റും. അതിനകത്ത് തന്നെ TTC ഉള്ള ആൾക്കാർക്ക് എന്ത് എഴുതാൻ പറ്റും, LP-UP എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 പേപ്പേഴ്സും കോമൺ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. LGS-ൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് എടുത്തു പറയാം. ആ ക്വസ്റ്റ്യൻസ് വരുന്നത് LDC-ക്കോ അല്ലെങ്കിൽ LP-UP-ക്കോ ഉള്ള സിലബസിലെ ക്വസ്റ്റ്യൻസ് ആവാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉറപ്പൊന്നുമില്ല, അങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ LGS-ന് വേണ്ടിയിട്ടും LDC-ക്ക് വേണ്ടിയിട്ടും LP-UP-ക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് 3 കോഴ്സാണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി LGS-ന്റെ കോഴ്സ് എടുത്തവർക്ക് അറിയാം. LGS-ന്റെ സിലബസ് അനുസരിച്ചിട്ട്, അതായത് LGS ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ളത് SCERT 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് സിലബസ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, 20 മാർക്കിനുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണ് അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ജോലിയിലേക്ക് ഈസി ആയിട്ട് കിടക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു കോഴ്സ് PSC ബേസിക്സിന്റെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 300 രൂപയാണ് അതിന്റെ ഫീസ്. SCERT ഫിനിഷിംഗ് മന്ത്ര എന്നാണ് ഈ ഒരു കോഴ്സിന്റെ പേര്. LGS 2024 എന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി LDC-യെ സംബന്ധിച്ചിടത്തോളം SCERT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ NCERT-യിലെ, അതായത് +1 +2 ചാപ്റ്റേഴ്സും കുറെ കൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ LGS-ന് മാത്സും കറണ്ട് അഫയേഴ്സും SCERT സോഷ്യൽ സയൻസും മാത്രം പഠിച്ചാൽ മതി. പക്ഷേ LDC-യെ സംബന്ധിച്ചിടത്തോളം എന്തും കൂടി പഠിക്കണം. MEM മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. ഇത് ചോദിക്കുന്ന ഭാഗവും SCERT ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ മാക്സിമം SCERT NCERT ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ LDC-ക്ക് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന കോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് 6 മാസം വരെ LDC സംബന്ധിച്ചിട്ടുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും റെഫറൻസ് എന്ന രീതിയിൽ എപ്പോഴും എടുത്ത് പഠിക്കാൻ സാധിക്കും. വീഡിയോ ക്ലാസ് അവൈലബിൾ ആണ്, PDF നോട്ട്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ, പ്രസ്താവന ചോദ്യങ്ങളും സിംഗിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നൽകുന്നതാണ്. അടുത്തത് LP-UP എക്സാം ആണ്. 2024 LP-UP എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ കാത്തിരുന്ന എക്സാം ആണ്. ഒരുപാട് ആൾക്കാർ അതിന് പിന്നിൽ നടക്കുന്നില്ലെങ്കിലും നടക്കുന്ന ആൾക്കാർ വളരെ അധികം പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെയാണ് നടക്കുന്നത്. കേട്ടൊക്കെ കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം LP-UP പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് SCERT 5 മുതൽ 10 വരെ സിലബസിൽ 3 മുതൽ 10 വരെ എന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും
SCRT-ന്ന് 3 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. പക്ഷെ LDCക്ക് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട, സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചാൽ മതി. പക്ഷെ SCRT-ക്ക് അങ്ങനെയല്ല. A to Z LP UPക്ക് A to Z SCRT-യിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. അതുപോലെ സൈക്കോളജി പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ LDCക്കും LGSനും LP UPക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി LGSനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് തരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം യൂണിവേഴ്സിറ്റി LGSന് അത്രയും അത്യാവശ്യമാണ്. ഫെബ്രുവരി 7-ന് എക്സാം ആയതുകൊണ്ടാണ് അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ഇപ്പം ഇടുന്നത്. ഇനി നമ്മൾ ഫെബ്രുവരി 7 കഴിയുന്നതോടുകൂടി മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ PDF നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജി നിങ്ങൾ അതിൻ്റെതായ കേന്ദ്രങ്ങളിൽ പോയി കണ്ടുപിടിച്ച് പഠിക്കുക. പിന്നെ ഈ LP UP 2024 എന്ന് പറയുന്ന ഈ ഒരു SCRT ഫിനിഷിംഗ് മന്ത്രയുടെ കൂടെ നിങ്ങൾക്ക് LP UPയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട്. PSC ബേസിക്സ് 1 എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ 3 കോഴ്സിനെ പറ്റി ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. PDF നോട്ട്സിന്റെ പ്രത്യേകത അതൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന വിധത്തിലാണ് തരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക, ചോദിക്കുക. അതല്ലെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാലും മതിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.